ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതായി കാണുന്ന ചെറിയ വെള്ള പൂക്കളോട് കൂടിയ ചെടിയാണ് മണിത്തക്കാളി. ഇതിൽ കറുത്ത നിറത്തിലുള്ള ചെറിയ തക്കാളികളാണ് ഇതിനകത്ത് പിടിക്കുന്നത്. ഈ ചെടിയുടെ കിളുന്ന ഇലയും പൂവും കായും തണ്ടും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. ഇതെൻ്റെ ബാൽക്കണിയിൽ പിടിച്ച മണിത്തക്കാളി ചീരയാണ്. ഇതിൽ നിന്ന് കുറച്ച് കിളർന്ന ചെടി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുകൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി കുറച്ച് സവാള അരിഞ്ഞതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഇലയും തണ്ടും പൂവും ചേർത്ത് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ചെടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് തക്കാളിയുണ്ട്, അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചീര കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് വിറ്റാമിനുകളും പോഷക ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു ചീരയാണ് ഇത്. വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറക്കാതെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.